പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചുനീലാണ്ടൻ. ഒരാഴ്ച കുഴമ്പിട്ടൊഴിയേണ്ടി വന്നു കൊച്ചുനീലാണ്ടൻ്റെ കാലിലെ അസുഖം ഭേദപ്പെടാൻ. ചെറുക്കൻ്റെ കഷ്ടകാലം. ഒരാഴ്ച വെറുതെ സ്കൂൾ മുടങ്ങി. കൊച്ചുനീലാണ്ടൻ്റെ അമ്മ പറഞ്ഞു, അതൊന്നും സാരല്ല, അവൻ നല്ലോണം പഠിക്കണ കുട്ടിയല്ലേ, ഒരാഴ്ച മുടങ്ങിയതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും വരില്ല. അച്ഛൻ്റെ അമ്മാവൻ അഭിപ്രായപ്പെട്ടു. അച്ഛൻ്റെ കത്ത് വന്നു കൊച്ചുനീലാണ്ടന്. മകന് അച്ഛൻ എഴുതുന്നത്: നീ നല്ലവണ്ണം പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അമ്മയെയും അച്ഛൻ്റെ അമ്മാവനെയും അനുസരിക്കണം. നീ കൗക്കൗ പലഹാരം ഉണ്ടാക്കാൻ മിടുക്കനാണെന്ന് അച്ഛൻ്റെ അമ്മാവൻ്റെ കത്തിൽ നിന്നും അറിഞ്ഞു. നിന്റെ കാലിലെ അസുഖം മാറിയിരിക്കുമെന്ന് കരുതുന്നു. ഇനിയെങ്കിലും ഇത്തരം വികൃതികൾക്ക് തുനിയരുത്. സ്വന്തം അച്ഛൻ. കൊച്ചുനീലാണ്ടന് ദേഷ്യം വന്നു. അച്ഛൻ്റെ അമ്മാവൻ എല്ലാം എഴുതി അറിയിച്ചിരിക്കുന്നു. വയസ്സുകാലത്ത് ഒരിടത്ത് അടങ്ങി ഒതുങ്ങി കഴിയാനല്ല ഭാവം. അച്ഛൻ്റെ അമ്മാവനോട് 2 വാക്ക് ചോദിക്കണം. കൊച്ചുനീലാണ്ടൻ വൃദ്ധൻ്റെ മുന്നിൽ ചെന്നു നിന്നു. എന്നെപ്പറ്റി എന്തിനാണ് വേണ്ടാത്തതൊക്കെ എഴുതി അയച്ചത്? അവൻ ചോദിച്ചു. ആർക്ക്? ഞാനോ? ഒന്നും അറിയാത്ത മട്ടിൽ കാരണവർ ചോദിച്ചു. എൻ്റെ അച്ഛന് കത്തെഴുതിയില്ലേ? എന്നെപ്പറ്റി അതുമിതും എഴുതി അയച്ചില്ലേ അച്ഛൻ്റെ അമ്മാവൻ? നീ അതിനിങ്ങനെ ദേഷ്യപ്പെട്ടാലോ? എൻ്റെ കൊച്ചുനീലാണ്ടാ, ഞാൻ നിനക്കൊരു സാധനം വാങ്ങിത്തരാം. നല്ല 1ാം ക്ലാസ് ഒരു സമ്മാനം. അച്ഛൻ്റെ അമ്മാവൻ പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു. കൊച്ചുനീലാണ്ടൻ്റെ മുഖം തെളിഞ്ഞു. അവനൊരു സമ്മാനം ലഭിക്കാൻ പോകുന്നു. എന്തായിരിക്കും അത്? ഒരു കളിത്തോക്കായാൽ നന്നായിരുന്നു. എനിക്കൊരു തോക്ക് മതി അച്ഛൻ്റെ അമ്മാവ, അവൻ പറഞ്ഞു. തോക്കുപോരാ, അതിലും മുന്തിയ ഒരു സമ്മാനമാണ് ഞാൻ തരാൻ പോണത്, വൃദ്ധൻ പറഞ്ഞു. എന്താണത്? കൊച്ചുനീലാണ്ടന് അറിയാൻ ധൃതിയായി. അച്ഛൻ്റെ അമ്മാവൻ പറഞ്ഞു. 2 വാര നല്ല ജഗന്നാഥൻ വാങ്ങണം. ഒരു ഉറ പോലെ അതങ്ങോട്ട് തുന്നിക്കണം. നീ അതിൻ്റെ ഉള്ളിൽ കടന്നുകൂടണം. തലയിൽ ഒരു തൊപ്പി വയ്ക്കണം, പിന്നിലൊരു വാലും. ആളുകൾ ഇതിനെ കൗക്കൗ വേഷം എന്ന് പറയും. കാരണവർ പൊട്ടിച്ചിരിച്ചു. കൊച്ചുനീലാണ്ടൻ്റെ മുഖം ആവണക്കെണ്ണ കുടിച്ചതുപോലെയായി. അച്ഛൻ്റെ അമ്മാവൻ പറഞ്ഞു. ഇതൊക്കെ ഞാൻ വാങ്ങിത്തരണ്ട്, നീ ദേഷ്യപ്പെടാതിരിക്ക്. കൊച്ചുനീലാണ്ടന് സങ്കടവും ദേഷ്യവും ഒരേ സമയം തോന്നി. പക്ഷേ ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ താൻ തന്നെയാണ്. എല്ലാം സഹിക്കുകയേ നിവൃത്തിയുള്ളൂ. കൊച്ചുനീലാണ്ടാ, നിനക്കൊന്ന് സ്കൂളില്ലേ? അമ്മ അടുക്കളയിൽ നിന്നും വിളിച്ചു ചോദിച്ചു. അവൻ അകത്ത് ചെന്ന് ഷർട്ടും ട്രൗസറും മാറ്റി സഞ്ചിയുമെടുത്ത് സ്കൂളിലേക്ക് പുറപ്പെട്ടു. കൊച്ചുനീലാണ്ടനൊന്നും കഴിക്കുന്നില്ലേ? വെറും വയറുമായിട്ടാണോ സ്കൂളിൽ പോണത്? അച്ഛൻ്റെ അമ്മാവൻ ചോദിച്ചു. അവൻ ഒരക്ഷരം ഉരിയാടാതെ മുറ്റത്തിറങ്ങി കുത്തനെ നടന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.